ഡ്രസ്സാ, ഞാൻ നിക്കറൊന്നുമല്ല തന്നിരിക്കുന്നത്, നീല ഡ്രസ്സ് വിചാരിച്ചാൽ മതി. അപ്പോ അപ്പോൾ ചിലവുണ്ട് പറയുന്നു. അതിനെന്താ ചിലവൊക്കെ തരാം. 101 നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് സത്യമായിട്ട്. നിങ്ങൾ പ്രേക്ഷകരുടെ സപ്പോർട്ടൊന്ന് 101 ലൈക്ക് കിട്ടി, നല്ല കട്ടയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും 101 അടിക്കി, 101 ആരാണെന്നേ അറിയില്ല, അങ്ങനെ 101 കിട്ടി. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ടായി. എന്നിട്ട് ഉച്ചയ്ക്ക് നിസ്കരിക്കാനേ പോയി. ചിലവ് ചെയ്യും ഉറപ്പായിട്ട് ചേട്ടാ. പിന്നെ പുതിയൊരാൾ പേര് ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് പേര് പറഞ്ഞു തരണേ, പേര് ഞാൻ വിളിച്ച് വേറെ എന്തെങ്കിലും അറിയാൻ പേരാവും പറഞ്ഞിട്ടാണ്. അപ്പോൾ നീല നന്നായപ്പോൾ ചിലവുണ്ട്. പിന്നെ കമൻ്റൊന്നും കാണുന്നില്ല, എല്ലാവരും പോയോ? മോൻ എന്താ ഉറക്കായോ? മോൻ ഉറങ്ങി. ഇപ്പം സംസാരിച്ചില്ലേ, നിങ്ങൾ വരുമ്പോൾ സംസാരിച്ചു, അപ്പം തന്നെ ഉറങ്ങി. എന്നെപ്പോലെ തന്നെ കടന്നത് അപ്പം തന്നെ അവൻ ഉറങ്ങി. നല്ല ഉറക്കത്തിലാണ് കാണിച്ചു. കണ്ടാവോ ഉറക്കം? നല്ല ഉറക്കത്തിലാണ്. ഹലോ ഹലോ. 5 ആളുണ്ട് ഓൺലൈൻ, അപ്പോൾ 9 ആളുണ്ട്. ഹലോ, മെസ്സേജ് ഇട്ടല്ല ഞാൻ വായിക്കാം. പുതിയൊരാൾ ഇതെന്നാ പറഞ്ഞു, ഒന്നും പേര് പറഞ്ഞില്ല, സ്ഥലം എവിടെയും പറയാണ്ട്. ഹായ് ഫൈഹ, ലൈവിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട്? നോമ്പുകാർക്ക് ഇന്ന് എന്താ സ്പെഷ്യൽ? ഹായിന്ന് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്, തിരിച്ചും ഹായ് ഫൈഹ. നീ ഫുഡ് കഴിച്ചോ? ഇന്ന് എന്താ സ്പെഷ്യൽ? എന്താ ശരി? പിന്നെ എന്തുണ്ട്? സുഖമാ? ശരി, പിന്നെ എന്തുണ്ട്? സുഖമായിട്ടിരിക്കുന്നു വിജയേട്ടാ. ഫൈഹ 6 ലൈക്ക് പറഞ്ഞു, താങ്ക് യു. പിന്നെ ഒരാൾ വന്നിട്ടുണ്ട്, A24 ടോക്കി, ലൈവിലേക്ക് സ്വാഗതം. എന്താ പുതിയ ആളല്ലേ? കൂട്ടാക്കണേ, ഷോപ്സി കമൻ്റ് ഇടുന്നത്, എവിടെ ചെയ്യണമെന്ന് പറയണേ. ഇർഫാൻ, ഹലോ ഇർഫാൻ വന്നിട്ടുണ്ട്. ഹലോ ഹലോ 2 പ്രാവശ്യം ഞാനും പറഞ്ഞു. പുട്ടാണോ? പുട്ടിന് എന്താ കറി? എന്താ? ഹായ് സീറു, ലൈവിലേക്ക് സ്വാഗതം. സീറു 2-3 ദിവസമായി സീറുവിനെ കണ്ടിട്ട്. ഞാൻ സീറുവിൻ്റെ ലൈവിൽ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ കണ്ടിട്ടില്ലേ, അതുകൊണ്ട് സീറുവിനോട് ചോദിച്ചതാ. ഒരുപാട് സന്തോഷം, തിരക്കിനെ സപ്പോർട്ട് ചെയ്തു സീറു, ഒരുപാട് സന്തോഷം. ഫൈഹ, പുട്ടിന് എന്താ കറി എന്ന് പറയണേ. ശരി, എന്താ കഴിച്ചത് ചോദിക്കണ്ടേ. ഞാൻ അപ്പവും ചിക്കനും കഴിച്ചത്, ചിക്കൻ വറുത്തതും സാമ്പാറും കൂട്ടിയിട്ട് കഴിച്ചു. ചിക്കൻ ചാറ് ഇപ്പോഴായത്, ആപ്പത്തിനായില്ല. അപ്പം ഞാനെന്ത് പള്ളിയിൽ കഞ്ഞിയൊക്കെ മേടിച്ചിട്ട് ഉമ്മോൻ്റെ കൂടെ തുണയ്ക്ക് പോയി, അതുകൊണ്ട്. ശരി, എന്താ കഴിച്ചത് ചോദിച്ച് ലൈക്ക് പറയുന്നുണ്ട് സീറോ, താങ്ക് യു സീറോ. ഹായ് ഇർഫാൻ, ചിരിക്കണ്ടേ ആന്ന് പറയുന്നുണ്ട് പുതിയ ആൾ, താങ്ക് യു. പേരെവിടെ, സ്ഥലം എന്താണെന്ന് പറയണേ. ഹായ് സീറോ പറയുന്നുണ്ട്, 500 ഫ്രണ്ടാണ് സീറോ. അങ്ങനെയാണ് എനിക്കും പരിചയം. പുട്ടും കടല സൂപ്പറാ, പുട്ടും കടല. ഹായ് ഇർഫാൻ പറയുന്നുണ്ട് കിന്നാരം. ഫൈഹ ഹായ് പറയുന്നുണ്ട്. സീറോ എന്താ കഴിച്ച്? കിന്നാരം ഹായ് പറയുന്നുണ്ട്. ഇർഫാൻ നീ എന്താ കഴിച്ച്? എല്ലാവരുടെ സ്പെഷ്യലൊന്ന് പറയുമോ? എൻ്റെ സ്പെഷ്യൽ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടായിരുന്നു, മുന്തിരി ഉണ്ടായിരുന്നു, പിന്നെ അപ്പവും സാമ്പാറും ചിക്കൻ വറുത്തതും. കിന്നാര ഇർഫാൻ കഴിച്ചില്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ. സിറു കഴിച്ചോ? ഇർഫാൻ കഴിച്ചോ? ഫൈഹ, നീ പുട്ട് കഴിച്ചത്, എന്നാൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. സിറു, അവള് വോയിസിലല്ല, ടൈപ്പിംഗ് അല്ലേ. സിറു പറഞ്ഞിട്ട് ഫൈഹ ചിരി. ഇപ്പൊ ഞാൻ ഓൺലൈനായപ്പോ എൻ്റെ ചിരി നിങ്ങൾ കേട്ടു. ഫൈഹ അവിടെ കടകടാ ചിരിക്കുന്നുണ്ടാവും അല്ലേ ഫൈഹ? സിറു ചിരിക്കണ്ടേ. ഹലോ, സിറു നോമ്പ് കഴിയട്ടെ, എന്നിട്ട് ഇതിൻ്റെ ബാക്കി നിനക്ക് ഞാൻ തരാ പറയുന്നുണ്ട് കേട്ടോ ഫൈഹ. ഞാനും ഉണ്ടാവും ബാക്കി കൊടുക്കുമ്പോൾ. ഫൈഹ കേൾക്കണം, എനിക്കും ചിരിക്കണം. എന്തായാലും നീ ചിരിപ്പിക്കും, അത് ഉറപ്പാ. അപ്പം എനിക്കും കേൾക്കണേ, നീ പറയുമ്പോൾ എന്നെയും വിളിക്കണേ.
സിറു ഫൈഹ പറഞ്ഞ ചിരിച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ 7 ആള് ഓൺലൈനിലുണ്ട്, 7 ലൈക്കുണ്ട്. ഒരുപാട് സന്തോഷം, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. ഫൈഹ സിറു ഇന്നും 101 ലൈക്ക് കിട്ടിട്ടോ, ആദ്യമായിട്ട്. അന്നൊരിക്കലും അങ്ങനെ സ്പാമായി പോയി സ്കൈ ചെയ്തിട്ട് എനിക്ക് കുറേ സപ്പോർട്ട് തന്നത് ഒക്കെ പോയി, ഇന്ന് സ്പാമേ ആയിട്ടില്ല കേട്ടോ. പോയി നോക്കിയേക്കാണ്, ആദ്യമായിട്ടാ. പുതിയ ആൾ പറഞ്ഞു ഷീജ ലൈവിലേക്ക് സ്വാഗതം. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എന്നെ കൂട്ടാക്കി സബ്ബാക്കിയിട്ട് ഷോർട്സിൽ കമന്റ് ഇടണേ, ഞാൻ തിരിച്ചു വരാട്ടാ. ഷീജ എവിടെയാ സ്ഥലം, എന്ത് ചെയ്യണമെന്ന് പറയണേ. സുഖമാണോ ചോദിക്കുന്നത്. ആ ഷീജ സുഖം, നിനക്ക് സുഖാണോ? നോമ്പ് ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് നമ്മുടെ സിറു. ഫൈഹ, ഇത് നിന്റെ ലൈവിൽ നിന്നല്ല, ഞാൻ അവൻ പറഞ്ഞ ഈ ലൈവിൽ വെച്ച് തന്നെ നോമ്പ് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ കൊടുക്കണം പറയുന്നുണ്ട് ഫൈഹ. ആദ്യമായിട്ട് വന്നതാണ് കേട്ടോ എന്ന് പറയും ഷീജ. എനിക്കത് മനസ്സിലായി, ആദ്യമായിട്ട് വന്നതാണെന്ന്. ബ്ലൂ ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ആദ്യമായിട്ടാണ് വന്നത് എന്ന്. എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ? ഹലോ മുത്തുമണി പറയുന്നു. ആ നമ്മുടെ മനോട്ടം വന്നിട്ടുണ്ട്. ഷീജ ലൈക്ക് അടിച്ചു പറയുന്നുണ്ട്. കൊല്ലത്താണ് ഷീജന്റെ വീട്. ഞാൻ ബ്ലൂ തരാട്ടോ. ഞാൻ വന്ന ആ പുതിയ ആൾ പറയേണ്ട ആവശ്യമില്ല, എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ബ്ലൂ തന്നിട്ടുണ്ടോ, ബ്ലൂ തന്നിട്ടുണ്ട് കേട്ടോ ഷീജ. പിന്നെ കുഞ്ഞുമോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു മുഹമ്മദ് കുഞ്ഞമ്മ മാഹി, ഹായ് ലൈവിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷം, ഇന്ന് വന്ന് പരിചയത, ഒരുപാട് സന്തോഷം കേട്ടോ ലൈവിലേക്ക് വന്ന് സപ്പോർട്ട് ചെയ്ത്. ഹായ് ശരിന്ന് വിളിക്കേണ്ടത് നമ്മുടെ വെള്ളരിപ്രാവ്. മനോട്ട് ലൈക്ക് 8 പറയുന്നുണ്ട്. ഷീജ മനു എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. മനു ഹായ് എന്ന് പറയുന്നുണ്ട്. മനോ ഹായ് എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അവരും മനു, 2 മനു. മനോജ് ഹായ് എന്ന് പറയുന്നത്, മനോജ് മനു. ഓക്കെ. ഫൈഹ മനോജ് പറഞ്ഞപ്പോഴേ എനിക്ക് പേര് വ്യക്തമായത്. മനോജ് ഹായ് ലൈവിലേക്ക് സ്വാഗതം. മനോജ് ബ്രോ എന്ന് വിളിക്കേണ്ട ഷീജയ്ക്ക് ഞാൻ ബ്ലൂ തന്നല്ലോ, പിന്നെന്താ അത് ഇടാത്ത? ലൈക്ക് 9 പറയുന്നുണ്ട് വെള്ളരിപ്രാവ്. ഷീജ എന്ന് വിളിക്കേണ്ട മനു ആട്ടെ. പിന്നെ ഹായ് എന്ന് പറയുന്നുണ്ട്. ഹായ് ഷീജ പറയുന്നുണ്ട് കേട്ടോ മനോജ്. കുഞ്ഞുമ്മ കുഞ്ഞുമ്മ ഹായ് പറയുന്നുണ്ട് നമ്മുടെ ഫൈഹ. എൻ്റെ ആൾക്കാർ ഇവിടെയുണ്ടല്ലോ പറയുന്നുട്ടോ. ഉണ്ടല്ലോ എന്ന് ഷീജ പറഞ്ഞു. ഈ ഷീജ ഇനി ഇവിടുത്തെ നീ ആളായിട്ടോ, അപ്പോൾ എന്നെയും കൂട്ടണേ നിൻ്റെ ആൾ പറഞ്ഞതിൽ. മനു എന്നെ കൂട്ടാക്കി കമൻ്റ് ഇടണേ പറയുന്നു. മനുചേട്ടനോട് കൂട്ടാക്കിയിട്ട് കമൻ്റ് ഇടണേ പറയുന്നുണ്ട് കേട്ടോ രജനി. ഹായ് മനു ഹായ്, കൂട്ടാക്കുമോ ചോദിക്കുന്നുണ്ട് ഫൈഹ. മനോട്ട് എന്തായാലും ഫൈഹ കൂട്ടാക്കൂട്ടോ. വെള്ളരി കൂട്ടാക്കിയിട്ട് കമൻ്റ് ഇടണേന്ന് പറയുന്നുണ്ട് കേട്ടോ വെള്ളരിപ്രാവിനോട്. ഷീജ മനോജ് ബ്രോ നമ്മുടെ ലൈവ് ഉടനെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഷീജ. ഫൈഹ കൂട്ടാക്കി കമൻ്റ് ഇടൂന്ന് പറയുന്നുണ്ട് കേട്ടോ റെജിന. മോനോ കൂട്ടാക്കിയിട്ട് കമൻ്റ് ഇടൂന്ന് പറയുന്നുണ്ട്. ആരാ ഷീജ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനോട്ടാ ഇത്രയും വിളിച്ചിട്ട് ആരാ ഷീജ എന്ന് ചോദിക്കുന്നത്. റെജീന പിൻ ചെയ്യോ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പിൻ ചെയ്യാവേ. പിൻ എൻ്റെ റബ്ബേ ലാ ഹൗല വലാ ഉണ്ട്. ശരി. ഹായ് റിച്ചു. ഞാനും നമ്മുടെ ലൈവിലേക്ക് റിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. 12 ആൾപ്പം കണ്ടിട്ടല്ലേ, സത്യം പറയാൻ റിച്ചു. എൻ്റെ ചാനൽ പിൻ ചെയ്യുമോ? ഞാൻ വേറെ അക്കൗണ്ടിൽ വരാം. എല്ലാവരും 2 എണ്ണം കൊടുക്കാൻ പറയുന്നുണ്ട്. മനു ഓക്കെ. അപ്പോൾ ഒരാൾ പിൻ ചെയ്യാൻ വന്ന് പിൻ ചെയ്തിട്ടുണ്ട്. മനു നീ വേറെ അക്കൗണ്ടിൽ വന്ന് ഇവൾക്ക് 5 ജയിക്കായിട്ട് അപ്പത്തന്നെ മാറ്റാവേ. ഇനി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടുമോ ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് പിഞ്ചാലിനെ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടണേ. അബിൻ രഞ്ജിത്ത് ഹായ് ലൈവിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷം കേട്ടോ, നിങ്ങളെല്ലാവരും ഓരോരുത്തരും പേര് വിളിക്കുന്നില്ല. ഈ ലൈവിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് തിരിച്ചും സപ്പോർട്ട് ഞാൻ തരുന്നതായിരിക്കും. എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. റിച്ചു കൂട്ടാക്കിയിട്ട് കമൻ്റ് ഇടൂ എന്ന് പറയുന്നുണ്ട്. റിച്ചു നിന്നോട് കൂട്ടാക്കിയിട്ട് കമൻ്റ് ഇടാൻ പറയുന്നത്. രജനി ഹായ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫൈഹ മനു കൂട്ടാക്കി കമൻ്റ് പറയുന്നുണ്ട്. മനോട്ടിനോട് കമൻ്റ് ഇടണേ പറയുന്നത്. യെസ് ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ.
ഷീജ 10 പറയുന്നത്. താങ്ക് യു ഷീജ. കൂട്ടാക്കിയിട്ട് കമന്റ് ഇടുന്ന് ഫൈഹനോട് പറയണ്ടേ. രജനി ഞാൻ കൂട്ടാണ് പറയുന്നുണ്ട് നമ്മുടെ റിച്ചു. ലൈക്ക് 10 പറയുന്നുണ്ട്. അഭിയൻ രഞ്ജിത്ത് ലൈവിലേക്ക് സ്വാഗതം, ഒരുപാട് സന്തോഷം. സബ് ഡൺ പറയുന്നുണ്ട് ഷീജ, താങ്ക് യു. അദ്വൻ കൂട്ടാക്കിയിട്ട് കമന്റ് ഇടൂ പറയുന്നുണ്ട്. ഷീജ ഉണ്ടാക്കി ഷീജ ഉണ്ടാക്കിക്കോളൂ, എൻ്റെ പഴയ ചാനൽ പോയി, ഇത് പുതിയാണ് പറയുന്നുണ്ട്. ഫൈഹൻ്റെ എല്ലാവരും ശ്രദ്ധിക്കും, ഫൈഹൻ്റെ ചാനൽ പോയതാട്ടോ. കുറേ അക്കൗണ്ട് ഇതൊക്കെ ഉള്ള സബ്ബൊക്കെ ഉള്ളതാണ്. പാവൾ പുതിയത് എടുത്താണ്. നിങ്ങളെല്ലാവരും ഉള്ള കൂട്ടാക്കിയിട്ട് സബ്ബ് കൊടുക്കണേ, അവൾ എന്തായാലും തിരിച്ചു തരും കേട്ടോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ റിച്ചു സുഖമല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം നോമ്പ് നോക്കാത്ത നിന്നോട് ഞാൻ എന്ത് പറയാണ്. ശരി റിച്ചു, എന്താ ഇത്? ഞാനൊക്കെ നോമ്പാട്ടോ. മൊയ്തുക്ക ലൈക്ക് 13 പറയണ്ടേ, ലൈക്ക് 10 പറയും. റിച്ചു കൂട്ടാക്കുമോ ഫൈഹ പറയണ. ഇപ്പൊ ചോദിച്ച് എപ്പ കൂട്ടാക്കി പറഞ്ഞാൽ മതി ഫൈഹ. റിച്ചു എന്തായാലും കൂട്ടാക്കൂട്ടോ. ഫൈഹ 10 പറയണ്ടേ, അവളിപ്പോ തന്നെ ഷോർട്സിൽ പോയി കമന്റ് ഇട്ട് കൂട്ടാക്കൂട്ടോ ഫൈഹ. റിച്ചു സത്യം പറഞ്ഞ എനിക്ക് നോമ്പുണ്ടാ? നീ എന്നെ മാത്രം നോമ്പില്ലാന്നില്ലേ? ആയിക്കോട്ടെ. ഫൈഹ സബ് ഡൺ പറഞ്ഞിട്ടുണ്ട്. ഫൈഹനോട് റിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 14 ലൈക്കായി. 2 ഇവിടെ കാണിക്കുന്നുള്ളൂ. എല്ലാവരും പോയാ ശരിന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇന്ന് എന്താ സ്പെഷ്യൽ? എന്താ നോമ്പ് തുറക്കാൻ? എനിക്ക് നോമ്പ് തുറക്കാൻ കഴിച്ചിട്ട് പോയി കാലി കുപ്പിയായിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പൊ ഒരു പഴവും കഴിച്ചതാ തൊലി. പിന്നെ മനുവട്ടെ രജനി സെറ്റ് പറഞ്ഞിട്ടാ. രജനിക്ക് മനുവട്ടെ കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നാളെ തിരിച്ചു കൊടുക്കണേ, എന്തായാലും തിരിച്ചു തരും കേട്ടോ. തിരിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ലൈവിൽ വരും, അപ്പോൾ ചോദിച്ചാൽ മതിയേ. അപ്പം എന്തായാലും 9 മണിക്കും രാവിലെ ഇപ്പോൾ നോമ്പായതുകൊണ്ട് എപ്പോഴാണ് ഇടുന്നത് എനിക്കറിയില്ല. അല്ലെങ്കിൽ 11 മണിക്ക് ലൈവാ, ദിവസവും 11 മണിക്ക്, രാത്രി 9 മണിക്ക്. നമുക്ക് നാളെ ഉച്ചക്കഞ്ഞി കുടിക്കാൻ പോകാം. ശരി, ആരും അറിയണ്ടെന്ന്. അയ്യറ, ഞാനൊന്നും ഇല്ല. റമദാൻ കഴിയുന്നവരെ എന്നെ ഒന്നും വിളിക്കണ്ട ഉച്ചക്കഞ്ഞിക്കും ഏത് കഞ്ഞിക്കും. ഞാനില്ലപ്പാ. റമദാൻ നോമ്പെടുക്കുക നമ്മള്. കഞ്ഞിയൊന്നും ഞാനില്ല, രാത്രി കഞ്ഞി കുടിക്കും. ഹലോ പറയുന്നത് നമ്മുടെ റേഹാന. പൈക ചിരിക്കുന്നു. അങ്ങനെയാ റിച്ചു എപ്പോഴും പൈക. അവളെ നീ കാണാൻ പോവുള്ളൂ. ഇനി എന്തൊക്കെ കമന്റ് ഇടാൻ പോകണറിയോ? ഇർഫാൻ കൂട്ടാക്കുമോന്ന് പറയുന്നുണ്ട് കേട്ടോ. റിച്ചു, നീ ഉച്ചയ്ക്ക് വന്നില്ലല്ലോ. 101 ആള് വന്നു. 101 ആള്. എനിക്ക് പേപ്പറിലിടാൻ തോന്നുന്നു അത്ര. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടക്കിടക്ക് നോക്കും. ഇവൻ കൂട്ടാക്കുമ്പോൾ പറയുന്നുണ്ട്. മനോട്ട് എല്ലാവരും ചോറ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് കേട്ടോ. മന്നേട്ടും ചോദിക്കുന്നുണ്ട് എല്ലാവരും ചോറ് ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട്. എല്ലാവരും 7:30 നോമ്പ് തുറന്നിട്ട് കഴിച്ചിട്ടുണ്ടാവും. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും നോമ്പ് അല്ലെങ്കിൽ 7:30 തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കാറ്. എപ്പോഴും 7:30, രാവിലെ 8 മണിക്ക്, ഉച്ചയ്ക്ക് 1:30. എല്ലാവരും ചോറ് കഴിച്ചോ ചോദിക്കണ്ടേ. ശരി, ഇത് നീ തന്നെയാണോ ഈ പറയുന്നത്? കഴിഞ്ഞ കൊല്ലം മന്തി കഴിക്കാൻ വന്നതാ ഇവൾ. കഴിഞ്ഞ കൊല്ലം എനിക്ക് നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ല, അത് പറയാൻ പറ്റില്ല. കാര്യത്തെ പറഞ്ഞ എനിക്ക് നോമ്പെടുക്കാൻ പറ്റിയില്ല, എനിക്ക് വയ്യാണ്ടായി. റിച്ചു, നീ ഇപ്പം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നമ്മുടെ ശ്രീ വന്നിട്ടുണ്ട്. ലേക്ക് സ്വാഗതം. ശരിയെന്ന് പറയുന്നുണ്ട് ശ്രീ. ഒരുപാട് സന്തോഷം. ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ശ്രീ. എല്ലാവരും നോക്കിക്കോളൂ, ശ്രീനെ നോക്കിക്കോളൂ. പിന്നെ കനവ് ഹായ് ശരിയെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. കനവ് ശ്രീ, ഇന്ന് 101 ആൾക്കാരുണ്ടായിരുന്നു ഉച്ചക്ക്. ലൈക്ക് 101 കിട്ടി ശ്രീ. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തു കാണാൻ. എന്നെ സാഡ് ആക്കല്ലേ കുരുപ്പേ പറയുന്നു. സാടല്ല, നീ എന്നെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ. കഴിഞ്ഞ പോലെ എൻ്റെ അനിയത്തി എന്നിട്ട് പറഞ്ഞോടി എനിക്ക് നോക്കാൻ പറ്റിയില്ലല്ലോ പറഞ്ഞിട്ട്. ഹായ് ശ്രീ കൂട്ടാക്കുമോ പറഞ്ഞു ഫൈഹ. എന്തായാലും ശ്രീ കൂട്ടാക്കൂട്ടോ. ശ്രീ ഒന്ന് ഫൈഹനെ കൂട്ടാക്കണേ, നാളെ ഫൈഹ തിരിച്ചു തരും കേട്ടോ. ശ്രീ കൂട്ടാക്കും. ഇനി പിന്നെ അങ്കാരീസും ഉണ്ട്, അവളും കൂട്ടാക്കും. പേര് ഞാൻ നിച്ചീസ് നിതീഷ്. പേരൊന്ന് പറഞ്ഞു തരുമോ? എനിക്ക് പേര് വായിച്ച എന്തെങ്കിലും തെറ്റ്
അതുകൊണ്ടാ ചേച്ചി പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ പുതിയ സബ്സ്ക്രൈബാണ് പറയേണ്ട. ഒരുപാട് സന്തോഷം. താങ്കളുടെ പേര് ഞാൻ വായിച്ച തെറ്റും പറഞ്ഞിട്ടാണ്. ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ നാളെ തിരിച്ചു തരാം കേട്ടോ കൂട്ടാക്കിയിട്ട്. പിന്നെ പുതിയൊരാൾ വന്നിട്ട് മാ 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 ഹലോ, ഞാൻ ഈ പേരും വായിച്ചെങ്കിൽ ആയിപ്പോവും. അതുകൊണ്ടാണ് എനിക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. താങ്കളും ഒന്ന് പേര് പറയണേ. ഞാൻ അറിഞ്ഞത് അറിഞ്ഞു. ഇനി നീ നാട്ടുകാരെ അറിയിക്കേണ്ട. ശരി, പെട്ടെന്ന് വയ്യായി പെട്ടെന്നല്ലേ റിച്ചു, അത് ല്ലോ നീ പറഞ്ഞപ്പോ ഞാൻ അറിയാണ്ട് പറഞ്ഞതാ. നിതീഷ് ഹായ് പറയണ്ടേ. ഫൈഹ കനവിലേക്ക് എങ്ങനെ അടിക്കാ ചോദിക്കണ്ട്. യാ റബ്ബേ, കനവ് കുറെ ഐഡിയിൽ എന്നെ സപ്പോർട്ടാക്കാൻ വന്നിട്ട് ലൈക്ക് എങ്ങനെയാ അടിക്ക പറയാ. എന്താ നോണ, കനവിലൊക്കെ ലൈക്ക് അടിക്കാൻ അറിയാം. പിന്നെ ഒരാൾ വന്നിട്ടുണ്ട്, അനീഷ അനീഷ ഹായ് അനീഷ, ലൈവിലേക്ക് സ്വാഗതം. ഫുഡ് കഴിച്ചോ? എവിടെയാ സ്ഥലം? എന്ത് ചെയ്യുന്നു പറയണേ. മയിൽപ്പീലിന്നാ വിളിച്ച. അയ്യോ സോറി മയിൽപ്പീലി സോറി കേട്ടോ. റിച്ചു പറഞ്ഞപ്പോൾ മയിൽപ്പീലിന്ന് വായിക്കാൻ. റിച്ചു നീ കളിയാക്കല്ലേ, എല്ലാവർക്കും എല്ലാം അറിഞ്ഞൊന്നും വരില്ല. ഓക്കെ അനീഷ, ലൈക്ക്. താങ്ക് യു അനീഷ. മയിൽപ്പീലി ഒന്ന് കമൻ്റ് ഇടണേ. ഞാനിപ്പോൾ ബ്ലൂ തരാവേ. ഇവിടെയുള്ള ചേച്ചിമാരെ ചേട്ടന്മാരെ എന്നെ കൂട്ടാക്കുമോ? നാളെ തിരിച്ചു തരാം പറയണ്ടേ. എല്ലാവരും ഇപ്പോൾ വരുന്ന ഒന്ന് കൂട്ടാക്കണേ. നാളെ തിരിച്ചു തരും പറയണ്ടേ. ഞാൻ ബ്ലൂ തരാം കേട്ടോ. നമുക്കത് ചോദ്യം തിരിച്ചു തരും. എല്ലാപ്പോഴും ലെവലിലേക്ക് വരുന്നതാ. ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്ലൂ എവിടെ സ്ഥലം എന്നാ ചെയ്യുന്ന പറയണേ. ബ്ലൂ തന്നിട്ടുണ്ട്. പടച്ചോനെ, ഇവൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. സോറി ഗൈസ്. എനിക്ക് മലയാളം അറിയാട്ടോ. റിച്ചു പറഞ്ഞിട്ട് ഭയങ്കര ചിരിക്കണ്ടേ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് ബ്ലൂ ഇല്ലല്ലോ പറയുന്നുണ്ട്. കനുവിന് ഞാൻ അതുകൊണ്ട് ആദ്യമായി പറ്റിക്കാൻ ഞാൻ ബ്ലൂ എല്ലാ ഐഡിയിൽ കനവിന് ഇവിടെ ബ്ലൂ ഉണ്ട്. ഇതൊന്നും മാത്രം ഞാൻ ബ്ലൂ തന്നില്ല. അപ്പോഴേക്ക് പുതിയ ആള് പറയല്ലേ. എനിക്കറിയാം കനവ് ഉച്ചക്ക് ഉണ്ടായിരുന്നു. എന്താ ആള് റിച്ചു എന്ന് പറയണ്ടേ. അനീഷക്ക് ഞാൻ ബ്ലൂ തരാം. കൂട്ടാക്കി ഷോർട്സിൽ കമന്റ് ഇടണേ അനീഷ. ഞാൻ നാളെ തിരിച്ചു തരാം കേട്ടോ. റിച്ചു പറഞ്ഞിട്ട് അനീഷ ചിരിക്കണ്ടേ. ഇപ്പൊ വന്നോളൂ. റിച്ചു എല്ലാവരെയും ചിരിപ്പിച്ചു കൊല്ലും. അത് എനിക്കറിയാലോ. എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയാം. ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അത് സത്യമാണ്. മലയാളം എനിക്ക് നല്ലപോലെ അറിയാം. അത് എൻ്റെ പേരിൽ തെറ്റാം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിക്കണ്ടായിരുന്നു, പഠിച്ചില്ല. ഏറ്റവും പുതിയ ഷോർട്ടിൽ ഞാൻ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ചേച്ചി 3 വീഡിയോസ് കണ്ട് കൂട്ടാക്കി പറഞ്ഞു. ഒരുപാട് സന്തോഷം. ഞാൻ മറ്റന്ന് കൂട്ടാക്കാം, നാളെ പറയില്ലേ. ഇന്ന് എന്നെ 16 പേര് കൂട്ടാക്കിയിട്ടുണ്ട്. അത് 2 ദിവസം ആകുമ്പോഴേക്കും എനിക്ക് കൊടുക്കണം. അത് ഇന്ന് ആദ്യമായിട്ട് എനിക്ക് 16 കൂട്ട് കിട്ടിയത് ഒപ്പം. ഇന്നത്തെ ഉച്ചയ്ക്ക് 101 ആൾ വന്നു. അല്ലാ, ഞാനേ നെട്ടിയത് എൻ്റെ ലൈവാണോ എന്ന് പറഞ്ഞിട്ട്. കനവ് ലൈക്ക് 19 പറഞ്ഞു. താങ്ക് യു കനവ്. ഇന്ത്യയിൽ ഇല്ലാത്ത ഏതോ ഒരു തരം ഭാഷയാണ്. പേടിക്കണ്ട, ഇവൾ ഇതിനെ മലയാളം എന്ന് പറയും. ഹായ് എന്ന് പറയുന്നുണ്ട് വർഗീസ്. ഹായ് വർഗീസ് ജോസഫ്. ലൈവിലേക്ക് ഞാൻ ഇംഗ്ലീഷ് പഠിച്ച് ലൈവിലേക്ക് സ്വാഗതം. പുതിയ ആളാണ്. ഷോർട്സിൽ കമൻ്റ് ഇട്ട് എന്നെ കൂട്ടാക്കണേ. എവിടെ സ്ഥലം എന്ത് ചെയ്യും പറയണേ. പേര് തെറ്റ് വായിച്ചെങ്കിൽ റിയലി സോറി. ഞാൻ ഇംഗ്ലീഷ് വായിക്കാൻ ശ്രമിച്ചതാണ്. ചേച്ചി, എൻ്റെ പേര് നിതീഷ്. ഹായ് നിതീഷ് ബ്രോ. ലൈക്ക് സബ് പറഞ്ഞു. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട്. വർഗീസ് ചേട്ടാ ബ്ലൂ തന്നിട്ടുണ്ട്. ഹായ് ചെരീവൻ. നമ്മുടെ ലിജിംബ്രോ വന്നിട്ടുണ്ട്. ലിജിംബ്രോ സത്യം പറയുന്നു ഉച്ചയ്ക്ക് കണ്ടേയില്ല. ലിജിംബ്രോ എവിടെയായിരുന്നു? സുഖമായിരിക്കണ? എനിക്ക് സുഖമാണ്. നിങ്ങൾക്ക് സുഖമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എവിടെയോ ആയിരുന്നു, വന്നിട്ടില്ല ലൈവിൽ. അതെന്താ, ഞാൻ കുറേ നേരം കാത്തിരുന്നു. ശ്രീനി കണ്ടില്ല. ശ്രീയോ ലൈക്ക് പറഞ്ഞിട്ട് പോയി. നിങ്ങളൊക്കെ സപ്പോർട്ടായിരുന്നു, പക്ഷെ നിങ്ങൾ കാണാത്തത് മിസ് യു. ലിജിംബ്രോ, ശ്രീ, ചങ്കാരീസ്, കണ്ണേട്ടൻ, അങ്ങനെ കുറേ പേര് സുഖാണോ ചോദിക്കുന്നുണ്ട്. ലിജിംബ്രോ സുഖമാണ്. നിതീഷ്, ഞാൻ വന്നപ്പോൾ തന്നെ ലൈക്ക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നുമില്ല. പക്ഷെ പറയില്ല പറയും. താങ്ക് യു നിതീഷ് ബ്രോ. ഞാൻ വന്നപ്പോൾ തന്നെ ലൈക്ക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയണമെന്നുമില്ല, പക്ഷെ പറയില്ല എന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഹായ് ലിജിംബ്രോനെ വിളിക്കുന്നുണ്ട്. എനിക്കൊരു
ഫങ്ഷൻ ഉണ്ടായിരുന്നു. ഫാമിലി ആണോ ലിജും ബ്രോ? ഞാൻ ആലോചിച്ചു കാണാണ്ടായപ്പോ എവിടെ വിചാരിച്ചു. ലിച്ചു ഇവള് ഇംഗ്ലീഷ് കേൾക്കണോ? ഹായ് ഹലോ. ഇവളുടെ ഇംഗ്ലീഷ് കേൾക്കണം. ഹായ് ഹലോ കഴിഞ്ഞു. റിച്ചു ലിജിൻ ഹായ് പറയുന്നുണ്ട്. ഫൈഹ ഹായ് കനവ് പറയുന്നുണ്ട്. ലിജിൻ ബ്രോ നിതീഷ് ഞാൻ പഠിക്കുകയായിരുന്നു. കൃപല സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. രതീഷ് കൃപല എന്ന ചാനൽ ചേച്ചി ഷോപ്പിൽ കമൻ്റ് ഇടുമല്ലോ, തിരിച്ചു കൂട്ടാക്കുമ്പോൾ ചേച്ചിക്കും മനസ്സിലാവും എന്നെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ കഴിയും പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും മറ്റന്നേ ആയാലും നാളേക്ക് പറ്റില്ല, ഫസ്റ്റ് തന്നവർക്ക് കൂട്ടു കൊടുക്കണ്ടേ. എന്തായാലും ഞാൻ ഷോർട്സുകൾ കണ്ട ശേഷം തന്നെ കൂട്ടാക്കുള്ളൂ. തീർച്ചയായും കൂട്ടാക്കും കേട്ടോ. കനവ് കൂട്ടാക്കണേ ചോദിക്കുന്നുണ്ട് ഫൈഹ. കനവ് എന്തായാലും കൂട്ടാക്കും കേട്ടോ ഫൈഹ. ഹായ് ഫൈഹ പറയുന്നുണ്ട് ലിജും ബ്രോ. കനവ് ഹായ് ഫൈഹ പറയുന്നുണ്ട്. റിച്ചു ഇൻഷാ അല്ലാ ഞാൻ പോട്ടെ. ശരി, പോയിട്ട് വലിയ കാര്യമില്ല, പക്ഷെ നിൽക്കാൻ സമയമില്ല. പോവല്ലേ റിച്ചു, നീ എന്തു പോക്കാ? കുറച്ച് കഴിയട്ടെ. എത്ര മണിയായി? സമയം 10 മണിയാവട്ടെ. എന്തായാലും നീ നിന്നതല്ലേ, കുറച്ച് നിൽക്ക്. 20 പറയണ്ടേ സജിന, ഒരുപാട് സന്തോഷം കേട്ടോ. 20 ലൈക്ക് സജിന പറയണ്ടേ. സജിനി പോണു, അത് എന്ത് പോക്കാ? എല്ലാവരും പോവുക. ശരി, എല്ലാവർക്കും ഉറക്കം വന്നിട്ടായിരിക്കും. പോയിക്കോളി, നോമ്പൊക്കെ എടുത്തതല്ലേ. ബാലകൃഷ്ണൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ഹായ് ലൈവിലേക്ക് സ്വാഗതം. സുഖാണോ? ലൈക്ക്, താങ്ക് യു, ഒരുപാട് സന്തോഷം ചേട്ടാ. ഹലോ, എല്ലാവരും പോയോ? ഇപ്പം 3 ഓൺലൈനിൽ കാണിക്കുന്നുണ്ട്. ലിജും ബ്രോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഭാര്യയൊക്കെ ഇല്ലേ വീട്ടിൽ? ഫങ്ഷനൊക്കെ കഴിഞ്ഞു. എന്താ പരിപാടിയായിരുന്നു ലിജും ബ്രോ? ഇത് ഈത്തപ്പഴമല്ല കേട്ടോ, ഇതൊരു പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് കുസ്മം. പൊട്ടത്തി പോയിട്ട് കാര്യമില്ലെന്ന്, പിന്നെ പോയിട്ട് എന്ത് കാര്യം? അപ്പോൾ ശരി. കനവ് ഫൈഹ മണ്ണാർക്കാടാണോ ചോദിക്കുന്നത് കേട്ടാ. ചേച്ചി നിതീഷ് കൃപല എന്ന സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റി. ഓക്കെ, ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് വായിക്കാനും എങ്ങനെയൊക്കെയോ വായിക്കുന്നത്, അതൊക്കെ അക്ഷരത്തെറ്റല്ലേ, എനിക്കൊക്കെ ക്ഷമിക്കാൻ പറ്റും. എന്താണ് പറഞ്ഞാൽ എൻ്റെ കുറവുകൾ എന്താണെന്ന് എനിക്കറിയാം. ഞാനത് പറയും ചെയ്യും കേട്ടോ. എനിക്ക് വായിക്കാൻ അറിയില്ല എന്നേ പറയും. ചിലപ്പോൾ അറിയാണ്ട് പേര് മാറിയാൽ എത്ര നിങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കും. ഫൈഹ പോയോ ചോദിക്കുന്നുണ്ട് കനവ്. ഫൈഹ ഇവിടെ ഉണ്ടാകും, ഓൺലൈനിൽ കാണുന്നില്ല. ഉണ്ടാകും, ഈ കാണുന്ന 4 ഉള്ളൂ എന്ന് വിചാരിക്കണ്ട, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇനി അടുത്ത റിച്ചുവിൻ്റെ മെസ്സേജ് പോരട്ടെ. റിച്ചു കമൻറ്റ് വായിക്കണം, എനിക്ക് സ്പീഡ് കമൻറ്റ് വായിക്കണം. ഫൈഹ പോയോ ചോദിച്ചു. ഹലോ, ശ്രീ പോയോ? ഇല്ലാന്ന് പറയുന്നുണ്ട്. ഫൈഹ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഓൺലൈനിൽ കാണില്ല എന്നുള്ളൂ, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവളെ പൊട്ടത്തി വിളിക്കുന്നത് കൊണ്ട് എന്നോട് ഒന്നും തോന്നരുത് ഗൈസ്. എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് പണ്ട് എന്നെ പൊട്ടൻ എന്ന് വിളിച്ചു. ഇപ്പോൾ അതിനുള്ള മറുപടി ഫൈഹ മണ്ണാർക്കാട്. ഇവള് എന്നെ പൊട്ടത്തി വിളിക്കുന്ന റിച്ച്, എനിക്കത് കേട്ടിട്ടില്ല. അത് ഇതായി ഞാൻ ചിരിച്ച് തള്ളുള്ളൂ. ചെറുപ്പം മുതൽക്കേ കേൾക്കാൻ തുടങ്ങിയതാ. വീട്ടിലും നാട്ടിലും എല്ലാവർക്കും എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് പറയും. കനവ് ഫൈഹ മണ്ണാർക്കാടാണോ ചോദിക്കുന്നുണ്ട്. പിന്നെ ചേച്ചി ഫുൾ വായിക്കുന്നില്ല, അതാണ് പേര്. ഫുൾ വായിക്കുന്നില്ല പറയുന്നു. ഞാൻ ഫുൾ വായിക്കുന്നുണ്ട് ചേച്ചി, ഫുള്ള് വായിക്കുന്നില്ല, അതാണ് പേര്. ഫുള്ള് വായിക്കുന്നില്ല പറയുന്നുണ്ട്. അല്ല പാലക്കാട് പറയുന്നുണ്ട്. ഫൈഹ പാലക്കാടാണ് കേട്ടോ. മണ്ണാർക്കാടല്ലേ, പാലക്കാട് ജില്ലയല്ലേ മണ്ണാർക്കാട്, പാലക്കാടല്ലേ. ഹലോ നിതീഷ് ബ്രോ പോയോ? ഞാൻ കമൻറ്റ് വായിച്ചിട്ടുണ്ടായി. ഒരു കമൻറ്റ് ഞാൻ വിടില്ല, പിന്നെ ഇതിൽ തെറ്റൊക്കെ ഉണ്ടാവും, അത് സഹജമാണ്.
ലൈറ്റ് എടുത്തിട്ട് വരാം. ലൈറ്റ് എടുത്തിട്ട് വരാം. ഫൈഹ ഇത്തിരി മാറി നിന്നോ, ഇല്ലെങ്കിൽ ശരി നിന്റെ ബുദ്ധി കിട്ടും നിനക്ക്. ബുദ്ധി കിട്ടും നിനക്ക് പറയും. എന്താണ് പുതിയ പേര് വായിക്കണേ? ഹായ് ലൈവിലേക്ക് സ്വാഗതം. ഷോർട്സിൽ കമന്റ് ഇട്ട് കൂട്ടാക്കണേ. സുഖാണോ കഴിച്ചോ ചോദിച്ചിട്ടുണ്ട്. അവന്റെ പേരൊന്ന് നേരെ പറയണേ. കസവ് എവിടെയാ സ്ഥലം ചോദിക്കുന്നു കേട്ടോ. സുഖമാണോ കഴിച്ചു? സുഖമാണ്. നിങ്ങളുടെ പേരൊന്ന് പറയോ? റിച്ചു ശരിയാണ് എന്ന് പറയുന്നുണ്ട് ഫൈഹ. ഇല്ലില്ല, അങ്ങനെ ഫൈഹ പേടിക്കേ വേണ്ട. എൻ്റെ ബുദ്ധി ആർക്ക് കിട്ടൂല. എന്നെ പോലെ ഇനി പഠിച്ചിട്ടുണ്ടാവുന്ന എനിക്കറിയില്ല. എല്ലാവരും പറയും ദുനിയാവിൽ നീ മാത്രം നിന്നെ പോലെ ഉണ്ടാവുള്ളൂ പറയും. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അത് എന്തുകൊണ്ടാണ് പറയുന്നത് എനിക്കറിയില്ല. എൻ്റെ എൻ്റെ ഇക്കാനോട് പറയാം നമുക്ക് വെള്ള കൊക്കയിൽ തള്ളിയിട്ടിട്ട് പോയാലോ, അളിയന് വേറെ പെണ്ണ് കിട്ടുന്നു. അപ്പൊ ഇക്ക ചിരിക്കണു. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കൂട്ടാണ്. ഓക്കെ, ഞാൻ ബ്ലൂ തരാട്ടോ. പക്ഷെ നമ്മ കൂട്ടായിരിക്കും ഈ ലൈവിലേക്ക് ആയിരുന്നതാട്ടോ. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. സോറി, പേരൊന്ന് പറയണം. നമ്മ കൂട്ടായിരിക്കും എനിക്കറിയാം. പക്ഷെ ഈ ലൈവിലേക്ക് ആദ്യം ബ്ലൂ ഇല്ലല്ലോ, അതുകൊണ്ടാട്ടോ ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട്. ചേച്ചി ബ്ലൂ തന്നല്ലോ. ആദ്യമായിട്ട് ഞാൻ വന്നതേ ഉള്ളൂ, അപ്പോഴാണ് ബ്ലൂ തന്നു. ഞാൻ ചോദിക്കാത്തത് മനഃപൂർവ്വം ചോദിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഞാൻ ചോദിക്കില്ല പറയുന്നത്. നിതീഷ് ബ്രോ, എനിക്ക് അങ്ങനെയല്ല. ഇപ്പൊ വരുന്നവരും എന്നെ പോലെയാണെന്ന് ഞാൻ ചിന്തിക്കാൻ ഞാൻ എല്ലാവർക്കും ബ്ലൂ കൊടുക്കാറുണ്ട്. ഞാൻ ചോദിക്കില്ല പറയണേ. പേര് എനിക്ക് വായിക്കാനും കിട്ടുന്നില്ല, പറഞ്ഞു തന്നിട്ടും. ഫൈഹന്റെ ഷോർട്സിൽ മണ്ണാർക്കാട് പരിപാടിയാണ് കാണുന്നത് പറയുന്നുണ്ട് കേട്ടോ കനവ്. ഇപ്പം മരിച്ച വന്നിട്ടുണ്ട്. ഹായ് ലൈവിലേക്ക് സ്വാഗതം. ഇപ്പം മരിച്ചവന് സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഫുഡ് കഴിച്ചോ? ബുദ്ധിയുമില്ല വിവരവുമില്ല, എന്നാലും പാവുമല്ല. അതാണ് നമ്മുടെ ശരിപ്പെട്ടത്. റിച്ചു. പിന്നെ ഷുഹൈബ്, ഹായ് ഷുഹൈബ്. 21ാമത്തെ ലൈക്കുമായി ഷുബൈഹ് വന്ന്. ഒരു രക്ഷയുമില്ല, നോട്ടിഫിക്കേഷൻ വന്നു. മഴയായതുകൊണ്ട് കയറാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഒന്ന് റെഡിയായത്. ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്ക് ഇത് കേൾക്കുമ്പോഴേ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ മതി എനിക്ക്. ഒരുപാട് സന്തോഷം. റൈഹ വന്നിട്ടുണ്ട്. രേഖയല്ല, രാഗി. ഹായ് രാഗി, ലൈവിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷ? സുഖാണോ? പോയിട്ടില്ല, ഇവിടെയൊക്കെ ഉണ്ട് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ പോയിരുന്നു നേർച്ചയ്ക്ക് പറഞ്ഞു കേട്ടോ. ആ നേർച്ചയ്ക്ക് പോയത് കൊണ്ടാണ് ആ ഷോർട്സിൽ കനവ് ആണോ ചോദിക്കണ്ടേ. കനവ് എവിടെയാ സ്ഥലം ചോദിക്കുന്നുണ്ട് ഫൈഹ. കത്രീനെ നീ ഖാദർ ആക്കിയോ? ശരി, ഞാൻ അന്നില്ലേ കത്രീനെ ഖാദറാക്കിയ പോലെ സുബൈർ ഖാൻ സുഭദ്രയാക്കി റിച്ചു. എൻ്റെ സുബൈർക്ക വന്നിട്ട് ഞാൻ സുഭദ്രയുണ്ട് ശരി പറയാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പേര് നോക്കി വായിക്കുന്നു റിച്ചു. എന്തിനാ ഞാൻ അവൻ്റെ പേരൊക്കെ മാറ്റുന്നത്? അതുകൊണ്ടാണ്. കത്രീന സോറി കത്രീന ചേച്ചി. കനവ് മണ്ണാർക്കാട് പറയണ്ടേ. ഹായ് സുഹൈബ്, കൂട്ടാക്കുമോ ചോദിക്കുന്നുണ്ട് ഫൈഹ. ഹലോ പറയുന്നുണ്ട്. ഹായ് മാളൂസ്, എന്തൊക്കെയുണ്ട് വിശേഷം? മാളൂസ്, നിന്നെ കണ്ടിട്ടില്ലല്ലോ, നീ എവിടെയായിരുന്നു? സത്യം പറ, രണ്ടു ദിവസമായി. ഹായ് മായച്ചിച്ചി വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ചാർലി. മായച്ചിച്ചി ഒരുപാട് സന്തോഷം. ഇന്ന് മായച്ചിച്ചി എനിക്ക് 101 ലൈക്ക് കിട്ടിയിട്ടാ. ഉച്ചയ്ക്ക് ഞാൻ കുറേ നേരം ലൈവ് ഇട്ടു. അതുകൊണ്ടാണ് മായച്ചിച്ചി ഒരുപാട് സന്തോഷം. തിരക്കിനടിയിലും ലൈവിലേക്ക് വന്ന് സപ്പോർട്ട് ചെയ്തു ചേച്ചി. ഒരുപാട് സന്തോഷം. 9:30 തറാവിഹ് കഴിഞ്ഞു വീട്ടിൽ വന്നു ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭയങ്കര മഴ പറയുന്നുണ്ട് സുഹൈബിക്ക. ഒരുപാട് സന്തോഷം. എന്നിട്ടും ലൈവിലേക്ക് വന്നില്ല. എന്നെ ദുആ ചെയ്യണേ എപ്പോഴും ഞാൻ പറയുന്നുണ്ട്. എന്നെ മാത്രമല്ല ഇവിടെ എല്ലാവർക്കും. ഫൈഹ പാലക്കാട് എവിടെയാ ചോദിക്കുന്നുണ്ട് കനവ്. ഫൈഹ ഞാൻ പാലക്കാടാണ് ഇപ്പോൾ ഉള്ളത് പറയുന്നുണ്ട് ഫൈഹ. വീണ്ടും മഴ പറയുന്നുണ്ട് സുഹൈബിക്ക. മഴ വരട്ടെ, ഇവിടെ ചൂടടിച്ചിട്ട് വയ്യ. മഴ ഇടിപൊട്ടുണ്ട്. ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കുക.
ഈ ഒരു ചൂടൊന്ന് കുറയാൻ. എന്താ ഒരു ചൂടറിയോ നിതീഷ്? ചേച്ചി യൂട്യൂബിനെ കുറിച്ച് അറിയാനുണ്ട് അല്ലേ പറയുന്നുണ്ട്. അതെ നിതീഷ് ബ്രോ, ഞാൻ വെറുതെ അങ്ങനെ ഇട്ടു. ഇവിടെ എനിക്ക് കുറേ ഫ്രണ്ട്സ് കിട്ടി പറയാലോ. എനിക്ക് കുറേ എണ്ണാ തീരില്ല, അത്രയും ഫ്രണ്ട്സ് ഇപ്പം ആയിട്ടുണ്ട്. 80 പേരൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് യൂട്യൂബിനെ പറ്റിയൊന്നും അറിയില്ലേ. പേര് മാറ്റം ലൈവാണ് ശരി. റിച്ച് പറയണ്ടേ ഇല്ല, റിച്ചു, ഫൈഹ, മാളൂസ് അതൊക്കെ നേരെ വായിക്കണ്ടല്ലോ. വായിലില്ല കൊള്ളാത്ത പേരൊക്കെ കനവൊക്കെ ഞാൻ വായിക്കണ്ടേ. കൊള്ളാത്ത പേര് ഞാൻ എങ്ങനെയാ വായിക്കുക? ഫൈഹഎന്നൊന്ന് പറ. ഞാനൊന്നും വേണം വെച്ച് വായിക്കില്ല. മാളൂസ് ചേച്ചി ഒരുപാട് മാറിപ്പോയി പറയുന്നു. അയ്യോ മാളൂസ്, ഞാൻ മാറിപ്പോയിട്ടൊന്നുമില്ല, അത് തോന്നല. ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. മാളൂസ് പറഞ്ഞ ശരിയാ, കുറച്ച് ഇംഗ്ലീഷൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അതാ മാറ്റിയിട്ടുള്ളൂ. മാളൂസ് ഞാൻ മാറിയിട്ടേ ഇല്ല. അത് മാളൂസ് ഒരിക്കലും ഞാൻ മാറില്ല. മണ്ണാർക്കാട് എൻ്റെ അനിയത്തിമാരുണ്ട് പറയുന്നു. മാളൂസ് നീ ഭക്ഷണം കഴിച്ചോ? ഫുഡ് കഴിച്ചോ? എന്തൊക്കെയുണ്ട് വിശേഷം? നീ ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിക്കണം പറഞ്ഞിട്ട് നീ കാത്തിരിക്കുക. മണ്ണാർക്കാട് എൻ്റെ അനിയത്തിമാരുണ്ട് പറയുന്നു കേട്ടോ. അതുകൊണ്ടാ ഇപ്പൊ ഞാൻ വരാത്ത. അയ്യോ മാളൂസ്, നീ അങ്ങനെ പറയല്ലേ മാളൂസ്. ഞാൻ ഒരിക്കലും മാറില്ല. അത് ഞാൻ നിനക്ക് തോന്നിയിട്ടുണ്ടാവും, തിരക്കായപ്പോൾ വായിച്ചുകൊണ്ടേ ഇരുന്നതാ മാളൂസ്. നീ അങ്ങനെ ഒരിക്കലും പറയില്ല. എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണ്. നീ മണ്ണാർക്കാട് എവിടെയാ പറയുന്നുണ്ട് ഫൈഹ. ഞാൻ കൂട്ടാക്കി പറയുന്നുണ്ട് കേട്ടോ കനവ്. ഇനി ആൾക്കാർ വരും മോളേന്ന് പറയുന്നുണ്ട് കേട്ടോ മായച്ചിച്ചി. താങ്ക് യു മായച്ചിച്ചി, നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടാ. മാളൂസ് നീ ഒന്നും വിചാരിക്കില്ല, എനിക്ക് ഒരുപാട് നിന്നെ ഇഷ്ടമാട്ടാ. കാരണം മായച്ചേച്ചിക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് ഈ ലൈവിൽ വന്ന്. മാളൂസും അതുപോലെ തന്നെയല്ലേ. ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ മറന്നു എനിക്ക് തോന്നുക വേണ്ട. നിന്നെ കാണാണ്ടായപ്പോൾ ഞാൻ ഓർത്തു നീ എവിടെ കാണാനില്ല വിചാരിച്ചു. മിസ് യു മായച്ചേച്ചിനെ, മിസ് യു. കനവ് ഫൈഹ പറയുന്നേ. സുഹൈബിക്ക ഫൈഹ ക്രിയേഷൻ, അതിനെന്താ, ഞാൻ കൂട്ടാക്കാമല്ലോ. എൻ്റെ വീഡിയോസിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ സുബൈക്ക. കനവ് നീ എവിടെ എന്ന് എനിക്ക് എങ്ങനെ അറിയും ചോദിക്കുന്നുണ്ട് ഫൈഹ. മാളൂസ് ഗുഡ് ബൈ പറയുന്നു. അയ്യോ മാളൂസ് പോവല്ലേ നീ. എനിക്കിപ്പോൾ മനസ്സിലായി, നീ എപ്പോഴും പറയുന്ന പോലെ ഗുഡ് ബൈ പറഞ്ഞിട്ട് അടുത്ത മെസ്സേജ് ഇടണം. ഓക്കെ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഓക്കെ. നിന്റെ പൂച്ചക്കുട്ടി എവിടെ? കാണുന്നില്ല മാളൂസ്. പൂച്ചക്കുട്ടിയല്ല, കുരങ്ങുകുട്ടി. അത് ഞാൻ ചോദിച്ചില്ല പറഞ്ഞതാ. നീ കുറേ എണ്ണം പിടിച്ചിട്ട് വന്നു, എനിക്ക് ഒരുപാട് സന്തോഷം. നീ ഒന്ന് കൊണ്ടുവരില്ല, ഇവിടെ എല്ലാവർക്കും കൊടുത്തോ. ഓക്കെ. കനവ് പറയുന്നു. മാളൂസ് നീ കുരങ്ങുകുട്ടിനെ പിടിക്കാണ്ട് വരില്ല ഇനി. വൈക കനവ് പറയുന്നേ. മാളൂസ് ഇനി നമ്മൾ കാണില്ല. അയ്യോ മാളൂസ്, അയ്യോ പറയല്ലേ മാളൂസ്, നീ അങ്ങനെ. നീ പിടിച്ചിട്ട് വന്നു, ഞാൻ ഒന്നും പറയില്ല. ഫൈഹ ഹായ് മാളൂ വിളിക്കുന്നുണ്ട് കേട്ടോ. മാളൂനെന്താ ഫൈഹിയും വിളിക്കുന്നുണ്ട്. മാളൂസ് പിണങ്ങി പോവലേ, ഇത്തിരി നേരം നിന്ന് ഈ ശരി പൊട്ടത്തരങ്ങൾ കേൾക്കൂ പറഞ്ഞാൽ പൊട്ടത്തരം ഒന്നല്ല, കാര്യത്തെ. എനിക്ക് മാളൂസിന് ഇഷ്ടം, അവൾ കുരങ്ങൊക്കെ പിടിച്ചിട്ട് വരുന്നതാ. ഞാൻ അത് ചോദിച്ചില്ല, അതാ അവൾക്ക് വിഷമമായത്. മാളൂസ് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. മാളൂസ് നീ പോയി പിടിച്ചതാണ്, ഒന്നും പറയില്ല പറഞ്ഞിട്ടുണ്ട്. അയ്യോ വായിക്കാൻ പറ്റില്ല. ഫൈഹ അനിയത്തിമാർ മണ്ണാർക്കാട് എവിടെയാണ് ചോദിക്കുന്നത് കേട്ടോ. കാരണം മാളൂസ് പോവല്ലേന്ന് റിച്ചും പറയണ്ടേ. സുഹൈബ് 10 മണിയാകുമ്പോൾ ഞാൻ ലൈവ് ഓഫാക്കും. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം. അറിയാലോ റംസാൻ മാസം ആയതുകൊണ്ട് ലൈവിൽ പോകരുതെന്ന് പറഞ്ഞു വീട്ടിൽ നിന്നും. എങ്കിലും നിങ്ങളുടെ ലൈവ് കണ്ടപ്പോൾ കയറി എന്ന് മാത്രം പറയണ്ടേ. സുഹൈബൊക്കെ സത്യം എനിക്കും അങ്ങനെയാ. വീട്ടിലൊന്നും പറയാണ്ട് തന്നെ ഞാനും ഫോണൊന്നും എടുക്കണ്ട വിചാരിച്ചു. പിന്നെ ഞാൻ ജോലിൻ്റെ ഭാഗം പോലെയായിട്ട് എല്ലാം തന്നെ പോകൂലേ, പിന്നെ മിസ്സാവും. കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനും അതേപോലെ, ഞാനിപ്പോൾ എല്ലാവരും പോയ റൂമും മ്യൂട്ടാക്കി ഇവിടെ വെച്ചിട്ട് ഞാനും പോയി ഉറങ്ങും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് ഓഫാക്കും. ഒരുപാട് സന്തോഷം കേട്ടോ, റിസ്ക് എടുത്തിട്ട് ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ഒരുപാട് സന്തോഷം സുഹൈബ്. ഓക്കെ, ഒരുപാട് സന്തോഷം. ദൃശ്യ ഹായ് ദൃശ്യ, ലൈവിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? ഫുഡ് കഴിച്ചോ? ഒരുപാട് സന്തോഷം കേട്ടോ ദൃശ്യ. ലൈക്ക് പറയുന്നുണ്ട്, താങ്ക് യു. മണ്ണാർക്കാട് അട്ടപ്പാടി റോഡാണ് എന്ന് പറയുന്നുണ്ട് ഫൈഹ. നീ എവിടെയാ അത് പറയൂ ചോദിക്കുന്നുണ്ട് കേട്ടോ ഫൈഹ കനവിനോട്. അയ്യോ എന്തോ തൊട്ടു. ദൃശ്യം അറിയാണ്ട് മെസ്സേജ് ഇല്ല, ഇങ്ങനെ ആക്കുമ്പോൾ എന്തോ മാഞ്ഞു പോയി, അതൊന്നും ഇടണേ. എന്താ വിശേഷം ചോദിക്കുന്നുണ്ട്. സുഖമാണ് ദൃശ്യ, ഒരിക്കൽ കൂടി കമൻ്റ് ഇടണേ. ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ അത് തന്നെ മാഞ്ഞു പോയത്, എന്തിനോ തൊട്ടു, എന്താണെന്ന് എനിക്കറിയില്ല. കനവ്
തെങ്കരയാണോ എന്ന് പറയണ്ടേ. ചേച്ചി ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ച ചാനൽ ഞാൻ കൂട്ടാക്കി പറയണ്ടേ. ഓക്കെ, ഞാൻ അവരോട് പറയാട്ടോ തിരിച്ചു തരാൻ. എല്ലാവർക്കും സുഖമല്ലേ എന്ന് നമ്മുടെ ദൃശ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആൾ എന്താ മോളെ ചോദിക്കണ്ടേ. മായ ചേച്ചി എന്താ മോളേന്ന് ചോദിക്കണ്ടേ. മാളും നിന്നെ മായ ചേച്ചി ചോദിക്കണ്ടേ എന്താന്നുള്ളത്. അതേന്ന് പറയണ്ടേ. ഫൈഹ ഫൈഹ എനിക്ക് തോന്നി അട്ടപ്പാടി എന്ന്. ഈ ശരി കുതിരവട്ടമാണ് പറയണ്ടേ. ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ റിച്ചു. ഇപ്പം തന്നെ മാളൂസ് പണിങ്ങിൻ്റെ വിഷമത്തിലാണ്. ഞാൻ ഇങ്ങനെ കമൻറ്റ് വായിക്കുന്നേ ഉള്ളൂ. മാളൂസിൻ്റെ കമൻറ്റ് ഞാൻ തേടിക്കൊണ്ടിരിക്കുക. ചേച്ചി ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ച് കൂട്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എവിടെ പറയണ്ടേ. ഒരു മിനിറ്റ്. സബ് വേണ്ടവർ എൻ്റെ മെസ്സേജിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ആ സബ് തിരിച്ചു തരും പറയണ്ടിട്ടാ. നമ്മുടെ സുഹൈബൊക്കെ എല്ലാവരും ഒന്ന് കൊടുത്തോളും. എന്തായാലും തിരിച്ചു തരുന്ന വ്യക്തിയാണ് കേട്ടോ. ചേച്ചി ഏറ്റവും പുതിയ ഷോട്ടിൽ പറയണ്ടേ. താങ്ക് യു ചേച്ചി. ഏറ്റവും പുതിയ ഷോട്ടിൽ പിന്നെയും കമൻറ്റ് റിച്ചു പറഞ്ഞിട്ട് ഫൈഹ് ചിരിക്കുന്നുണ്ട് കേട്ടോ. കഴിച്ചു ഡിയർ ദൃശ്യ പറയണ്ടേ. എന്താ സ്പെഷ്യൽ എന്താ. ഹായ്, നമ്മുടെ മാളൂസ് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയാമോ. അൻഡൻസ് എടുക്കുന്നുണ്ട്. നമ്മുടെ മാളൂസ് കുരങ്ങിക്കുട്ടി കുരങ്ങിക്കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് അവൾ എന്നോട് പണിങ്ങിയത്. പിന്നെ എന്തൊക്കെയുണ്ട് മാളു വിശേഷം. നിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ എന്ത് വിഷമമായാലും സങ്കടമായാലും സന്തോഷമായാലും നീ എന്നോട് പറയണമെന്ന്. ഞാൻ നിന്നെ കുഞ്ഞനിയത്തിയായിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞത് ശരിക്കുമാണ് മാളൂസ്. നീ വിഷമിക്കാനേ പറ്റില്ല. എൻ്റെ ലൈവിൽ എപ്പോഴും വരണം. നീ ഇന്നലെ കാണാണ്ടായപ്പോഴും എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അടുത്ത കമൻറ്റ്. നിന്റെ കമൻറ്റ് വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇപ്പോഴും ഞാൻ അങ്ങനെ ആക്കുമ്പോൾ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ എഴുതി കാട്ടുക. എനിക്ക് പേടി, എന്തെങ്കിലും തൊട്ട മാഞ്ഞു പോയാൽ. അതാ പിന്നെയും അങ്ങനെ ഇരുന്നു. എന്ത് ചെയ്യും. അയ്യോ, ഇങ്ങനെ ആക്കാൻ പറ്റുന്നില്ല. നീ എവിടെയെന്ന് പറയൂ. മാളൂസ് ഹായ് പറയണ്ടേ. ദൃശ്യ ഫൈഹ ഹായ് പറയണ്ടേ. കുരുപ്പേ പറയൂ പറയണ്ടേ. ഫിഷാണോ. ശരി, നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, പക്ഷെ ഇപ്പോൾ പറയില്ല പറയണു. റിച്ചു നീ എന്താ എല്ലാവരും ടെൻഷനാക്കുക. എന്നെ ആര് കൂട്ടാക്കിയാലും 2 കൂട്ട് തരാൻ പറയണ്ട. എല്ലാവരും ഒന്ന് മായച്ചേച്ചിയുടെ കൂട്ടാക്കണേ. മായച്ചേച്ചി പറഞ്ഞാൽ 2 കൂട്ട് കിട്ടും. ഗുഡ് ബൈ പറയണ്ടേ. ഗുഡ് ബൈ പറയണ്ടേ. മാളൂസ് നീ ഗുഡ് ബൈ പറയല്ലേ. നീ പോയിട്ട് വരാ പറഞ്ഞാൽ കുഴപ്പമില്ല, ഗുഡ് ബൈ മാത്രം പറയല്ലേ. ഞാൻ പോയിട്ട് വരാ പറഞ്ഞാൽ നീ ഇവിടെ നിൽക്കുന്ന തന്നെയാണ് അർത്ഥം. ഗുഡ് ബൈ മാത്രം പറയല്ലേ. ദൃശ്യ ഹായ് പറയണ്ടേ. മാളൂസ് റിച്ചു മാളൂസ് അങ്ങനെയാണ്. അവൾ കമൻ്റ് ഇടും പിന്നെയും വരും. വെറുതെ ഇടുന്നതാണ്. ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കണ്ടോ നോക്കിയത്. അവൾ പോവില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഞാനും എൻ്റെ ചാർലി മാളൂ വിളിക്കണ്ടേ. ഫൈഹ അട്ടപ്പാടി ഏത് റൂട്ടാണ് വരും പറയണ്ടേ. ഓക്കെ ഫൈഹ പറയണ്ടേ. കനവ് സൈലന്റ് വാലി റൂട്ട് പറയണ്ടേ. കനവ് ഞാൻ എല്ലാ മെസ്സേജും വായിച്ചു. ഇനി മാളൂസ് പറ, എന്താ സംഭവം എന്താണെന്ന് പറ. താഴെ കമന്റ് ഇട് മാളൂസ്. അത് മിഞ്ഞാന്നില്ലേ നീ ഹൈഡാക്ക് എന്തോ ചെയ്തില്ലേ ഒരു ഐഡി. ഞാൻ അവരോട് പറഞ്ഞു മാളൂസ് അറിയാണ്ട് ചെയ്തതാ, വേണം വെച്ച് ചെയ്തതല്ല, സോറി ഞാൻ ചോദിച്ചു മാളൂസ്. അതൊന്നും കുഴപ്പമില്ല, നീ അറിയാണ്ട് ചെയ്തതാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊന്നും കുഴപ്പമില്ല. ബ്ലൂ ഉണ്ടായിട്ട് നീ വേണം വെച്ച് ഒരാളുടെ ചെയ്യില്ലാന്ന് എനിക്കറിയാം. അത് വെറുതെ ചെയ്തതാന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണെങ്കിൽ നീ വിഷമിക്കണ്ട. അവർ വരുന്നുണ്ട് ഇവിടേക്ക്, ഇടയ്ക്ക് വരും, നിന്നെ ചോദിക്കാറുമുണ്ട്. കസവ് നീ പറഞ്ഞില്ല അല്ലേ. ഓക്കെ പറയണ്ടേ. പൈസ ചേച്ചി ഞാൻ കൂട്ടാക്കി. ഏറ്റവും ഷോർട്സ് കമൻ്റ് ഇട്ടു പറയണ്ടേ. നിതീഷ് ബ്രോ സെയിൽ. അതെന്താ സംഭവം പൈസ ചേച്ചി പറഞ്ഞത്. സൈലന്റ് വാലി ആണോ. അപ്പോൾ നമ്മൾ മിണ്ടാതെ പോണമല്ലേ. സൈലന്റ് വാലി പറഞ്ഞ മിണ്ടാണ്ട് പോകുകയല്ല, അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. നീ വണ്ടിയാ. അത് സൈലന്റ് വാലി പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഞാൻ മണ്ണാർക്കാട് പറയുന്നുണ്ട് കേട്ടോ. കനവ് മണ്ണാർക്കാട്. എനിക്കും ബന്ധുക്കാരൊക്കെ ഉണ്ട് മണ്ണാർക്കാടിൽ. പിന്നെ എൻ്റെ ബന്ധുക്കാർ വിക്ടോറിയ കോളേജിലെ ലെക്ചറാണ്. ബന്ധുക്കാരാണ് എൻ്റെ ഉപ്പാൻ്റെ അമ്മായിൻ്റെ മോന്. എൻ്റെ അമ്മായിൻ്റെ മോനല്ല, എൻ്റെ ഉപ്പാൻ്റെ അമ്മായിൻ്റെ മോൻ. വിക്ടോറിയ കോളേജിൽ ലെക്ചറാണ്. മണ്ണാർക്കാട് വീട്. റിച്ചു പറയുന്നുണ്ട് കേട്ടോ. ഫൈഹ ശരി വണ്ടി ചിരിക്കുന്നുണ്ട്. കാര്യം ഈ മണ്ടൂസിന് അറിയില്ലണ്ട്. എന്നെ സൈലന്റ് പറഞ്ഞാൽ
സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ അതൊരു സ്ഥലത്തിന്റെ പേരാ. അതെ, മിണ്ടാതെ പോണം പറയുന്നത്. കനവിനും അറിയില്ലേ? മിണ്ടാണ്ട് പോണമെന്നല്ല. പേര് ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാ. ഫൈഹ ചേച്ചി കൂട്ടാക്കി എന്ന് പറഞ്ഞതാണ്. നിതീഷ് ബ്രോന് ഫൈഹനെ കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിതീഷ് ബ്രോ പറഞ്ഞു കേട്ടോ. നമ്മുടെ മാളൂസ് ഒന്ന് കമന്റ് ഇടുവോ? മാളൂസ് കുറേ കുരങ്ങ് കുട്ടിയും കൊണ്ട് വരും, നോക്കിക്കോട്ടോ. മനുവട്ടം വന്നിട്ടുണ്ട്. ഹലോ മനുവട്ട, ഫുഡ് കഴിക്കാൻ പോയതല്ലേ? ഓക്കെ. നിതീഷ് പറയുന്നുണ്ട്, നമ്മെ ഇവിടെ ഒരു സ്ഥലത്തിന്റെ പേര് അറിയണോ നിനക്ക്? നായിക്കപ്പ. അല്ലാതെ എന്ത് പേരാ അത്? ആൾക്കാർ പറഞ്ഞാലാണ് നായിക്കപ്പ. ഞാനേ, നിങ്ങൾക്ക് വേണോ കുടിക്കാൻ? ഇതാ, ഞാനത് കുടിക്കാൻ പോവാ. അപ്പോഴേ തുറന്നത് അങ്ങനെ, ഇതിൽ ഇത്ര ഉണ്ടായിരുന്നതാ. തുറന്നതും ഇല്ലേ, ഇങ്ങനെ ചരിച്ചു തുറക്കണം. അത് അങ്ങനെ ചെയ്യാണ്ട് എല്ലാം പുറത്തു പോയി, വെറുതെ പോയി. മോൻ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. എല്ലാം വെളിയിൽ പോയി. റിച്ചു 44 പറയുന്നു. സുഹൈബക്ക ശരി പറഞ്ഞിട്ട് ചിരിക്കണ്ടേ എന്ന് പറഞ്ഞത് എന്ന് പറയുന്നു. ഓക്കെ സുബൈക്ക ഇൻഷാ അല്ലാ പറയണ്ടേ. എനിക്ക് മന്ദൂരി മന്തി എനിക്ക് മന്ദൂരി ജസ് മന്തി പറയണ്ടേ. നസീർ കൽവില്ല. ഹായ് നസീർ ലൈവിലേക്ക് സ്വാഗതം. പുതിയ ആളാണ്. ഷോർട്സിൽ കമന്റ് ഇട്ട് എന്നെ കൂട്ടാക്കണേ, ഞാൻ തിരിച്ചു തരാട്ടോ. എവിടെ സ്ഥലം എന്ത് ചെയ്യണമെന്ന് പറയണേ. ഷോർട്സിൽ പോയി കമന്റ് ഇട്ട് കൂട്ടാക്കണേ, നാളെ തിരിച്ചു തരാട്ടോ. എവിടെ സ്ഥലം പറയണേ. നസീർ രാത്രിയിൽ മഞ്ഞുപോലെ ഒരു ഫാമിലിയിൽ വന്നാൽ എൻ്റെ പാട്ട് കേൾക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും വന്നിരിക്കും. എന്തായാലും പാട്ട് കേൾക്കണം. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? എവിടെയോ പണ്ടോ ഞാൻ ഇതിലേ വന്നു. ശരി, വന്നതുകൊണ്ട് എനിക്ക് പരിചയമാക്കാൻ പറ്റിയില്ലേ? നിന്റെ കമന്റ് ഒക്കെ ഇടുന്നത് വായിക്കാൻ പറ്റിയില്ലേ? എനിക്ക് ഒരുപാട് സന്തോഷം ഇവിടെ വന്ന എല്ലാവരോടും. ഹലോ പണ്ട് നമ്മുടെ വെള്ളരിപ്രാവ് വന്നിട്ടുണ്ട്. കനവ് എന്നുള്ള ഐഡിയ മാറ്റി വെച്ചിട്ട് വെള്ളരിപ്രാവ് അടുത്ത ഐഡിയയും കൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്, അല്ലേ വെള്ളരിപ്രാവ്? ഹലോ വെള്ളരിപ്രാവ്, ഒരുപാട് സന്തോഷം. വെള്ളരിപ്രാവേ വെള്ളൽ റസൂലിൻ്റെ റൗള കണ്ടോ. കുറച്ച് പ്രയാസത്തിലാണ്, ദുആ ചെയ്യണം. സങ്കടങ്ങൾ വരുമ്പോൾ ലൈവ് എനിക്ക് ഒരു ആശ്രയം. അങ്ങനെയാണ് ഞാൻ ഈ ലൈവിൽ കയറിയത്. പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ സോറി. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇല്ല സുഹൈബക്ക, നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എൻ്റെ ഇക്കയും പറയാറുണ്ട്, എന്നെ ചീത്തയൊക്കെ പറഞ്ഞാൽ നിന്റെ മണ്ടത്തരം പറയുമ്പോൾ ഇടയ്ക്ക് ചില സമയങ്ങളിൽ എനിക്ക് ചിരി അടക്കാൻ പറ്റില്ല. ശരി, നീ കാര്യം പറയായിരിക്കും അങ്ങനെ പറയാറുണ്ട്. നിങ്ങൾ പറഞ്ഞത് അങ്ങനെയായിരിക്കാം ഞാൻ വിചാരിക്കും. എനിക്ക് ഒരുപാട് സന്തോഷമേ. വെള്ളരിപ്രാവ് ഫൈഹ പോയോ ചോദിക്കുന്നുണ്ട് കേട്ടോ. വെള്ളരിപ്രാവ് ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട്. ആ ഫുഡ് കഴിച്ചു. നിങ്ങൾ ഫുഡ് കഴിച്ചോ? എന്ത് ചെയ്യാ? നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ 3 പേര് അറിയാതെ വേറൊരാൾ അറിയാൻ പാടില്ല പറയുന്നു. റിച്ചു, നീ എൻ്റെ അടുത്ത് ഒരു കാര്യം പറയല്ലേ. എൻ്റെ മനസ്സിൽ ഒന്നും വെക്കാൻ അറിയില്ല. കാര്യം പറയാലോ, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോകും. എൻ്റെ അടുത്ത് ഒന്നും പറയല്ലേ. എനിക്ക് ഒന്നും അങ്ങനെ പറയുന്നത് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് അറിയാണ്ട് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ആരോട് പറയാനേ പറ്റില്ല. അത് പറയാണ്ടായി എനിക്ക് സമാധാനം ഉണ്ടായില്ല. എനിക്ക് അങ്ങനെയൊന്നും പറയുന്നത് ഇഷ്ടമല്ല. കാര്യം പറയല്ലോ പൈക. ഇങ്ങനെ സംസാരിക്കും, പോവും, ഭക്ഷണം കഴിക്കും, ഉറങ്ങും, അങ്ങനെയൊക്കെ.
നമ്മളൊന്നും എൻ്റെ മനസ്സിൽ ഒരു രഹസ്യമില്ല, എപ്പോഴും തുറന്ന പുസ്തകം. ഇക്കാൻ്റെ അടുത്തെങ്കിലും പറയണം, നീ ഇപ്പം എന്തെങ്കിലും പറഞ്ഞാലില്ല, എന്തായാലും ഞാൻ എൻ്റെ ഇക്കാനോട് പറയും. പിന്നെ ആരോട് പറയില്ല, ഇക്കാനോട് പറയും. ഇക്കാനോട് പറയാത്ത ഒരു കാര്യമില്ല. ഞാനൊന്ന് എൻ്റെ ചേച്ചിമാരുടെ ലൈവിൽ ഒന്ന് പോയിട്ട് വരാൻ പറയുന്നു നിതീഷ്. ഒരുപാട് സന്തോഷം കേട്ടോ, ഇത്ര നേരം എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഒരുപാട് സന്തോഷം നിതീഷ് ബ്രോ. ഓക്കെ, എന്നാ റിച്ചു എന്നോട് പറഞ്ഞോ പറയുന്നുണ്ട് വെള്ളരിപ്രാവ്. വെള്ളരിപ്രാവും കനവൊക്കെ ഒന്നറിച്ചു ഒന്ന് പറഞ്ഞോട്ടോ. അപ്പോൾ നിന്റെ കയ്യിൽ സ്വർണം തരാൻ പറ്റില്ല അല്ലേ, സൂക്ഷിക്കാൻ അറിയില്ല അല്ലേ? ഇല്ല റിച്ചു, കാര്യത്തിനാ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്വർണ്ണമൊന്നും എനിക്കറിയില്ലല്ലോ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പെൻസിലും റബ്ബറും പേനയൊക്കെ കൊടുക്കായിരുന്നു, മാങ്ങ കഥാപുസ്തകം കൊടുക്കായിരുന്നു. ലാസ്റ്റ് എൻ്റെ സ്വർണ്ണക്കമ്മലെ ഞാൻ ഊരിക്കൊടുത്തു. എൻ്റെ വാപ്പുമ്മയെ പോയി മേടിച്ചത്. ഞാൻ എല്ലാം കൊടുക്കും, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, ചോദിച്ചാൽ കൊടുക്കും. ഇക്കാനോട് ഞാൻ പറഞ്ഞോളാം പറയണ്ടി. ശരി, ഇക്കാക്കൊക്കെ എന്നെ അറിയിച്ചു. ഞാൻ സൂക്ഷിക്കാനെ കൊണ്ട് സഹായിക്കില്ല, എനിക്കൊന്നും പിച്ചളയാലും ശരി. ആരെങ്കിലും വന്നാലില്ലേ അത് തരുമോ ചോദിക്കും. പിന്നെ എനിക്ക് സങ്കടമൊക്കെ വരും, പക്ഷെ അവർക്ക് എന്നെ ആരും ഇതുവരെ പഠിച്ചിട്ടില്ല, ചോദിച്ചിട്ട് തന്നിട്ടുള്ളൂ. ഇക്കാനോട് ഞാൻ പറഞ്ഞോളാം പറഞ്ഞു. വെള്ളരി അത് വേണോ ചോദിക്കണ്ടിട്ട് നമ്മുടെ റിച്ചു എന്നിട്ട് ചിരിക്കണ്ടേ. അതെ, അതെന്നെ പൊട്ടത്തീന്ന് വിളിക്കണത് പറയുന്നത്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, വെള്ളരിപ്രാവ്, നമ്മൾ നല്ലത് ചെയ്യുന്ന ഈ ലോകം അങ്ങനെയാ. നല്ലത് ചെയ്ത പൊട്ടൽ എൻ്റെ കാര്യത്തിൽ ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ മറ്റുള്ളവരിന് ഒരിക്കലും കുറ്റം പറയാറില്ല. നേരെവാ നേരെപ്പോ എല്ലാതും പറയും, എല്ലാം കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷെ ലാസ്റ്റ് കിട്ടുന്ന പേരാ വിവരമില്ല, മണ്ടത്തി പൊട്ടത്തി അങ്ങനെയൊക്കെ. അതാ സംഭവം. നമ്മൾ ഇല്ലാത്തത് ഉള്ളത് കൊടുക്കണം. പക്ഷെ നമുക്ക് അറിഞ്ഞു തരുന്നുണ്ട്, എന്തെങ്കിലും കാര്യമായാലും അത് മാറ്റി തരുന്നുണ്ട്. ഇക്കാനെ എനിക്കറിയാം. ശരി പറയുന്നത് റിച്ചു ആണോ? എൻ്റെ സൂപ്പർ അല്ലേ, പാവുക. എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് എൻ്റെ ഇക്ക. എനിക്ക് ചേച്ചിയെ എൻ്റെ സ്വന്തം ചേച്ചി കാണാവോ പറഞ്ഞു. താങ്ക് യു നിതീഷ് ബ്രോ. കാണാമോ പറയണ്ട്. റിച്ചു അത് ഒരു തമാശയായി കൂട്ടിയാൽ മതി പറയുന്നുണ്ട് കേട്ടോ വെള്ളരിപ്രാവ്. എനിക്ക് തമാശയായിട്ട് തന്നെ റിച്ചു. ഇപ്പൊ നീ പറഞ്ഞില്ല ഇക്ക എന്ന്, അപ്പോ ഇക്ക എന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന്. അത് ഞാൻ വിചാരിച്ചു റിച്ചുവിനെ എൻ്റെ ഇക്കാനെ അറിയും വിചാരിച്ചു. ഞാൻ എന്തായാലും ഇക്കാനെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് റിച്ചുവിനെ അറിയോ ചോദിക്കായിരുന്നു. സത്യം പറഞ്ഞാൽ വെള്ളരി വിളിക്കണ്ടേ, ഞാൻ ഇക്കാക്ക് ലിങ്ക് അയച്ചു കൊടുത്താൽ ഇക്ക വരില്ല. ഇക്ക നല്ല ഉറക്കത്തില്ല, ഫോൺ വിളിക്കുമ്പോഴേ കോട്ടായി വിട്ടുകൊണ്ടിരിക്കുക. എനിക്ക് പ്രശ്നമില്ല പറയണ്ട, അതിന് ഞാനൊന്നും പറഞ്ഞിട്ടേ ഇല്ലല്ലോ. എൻ്റെ ഭാഗത്ത് നീ വന്നോ റിച്ചു? വെള്ളരിപ്രാവ് വന്നോ? ഒന്നും വിചാരിക്കല്ലേ ആരും. ഹലോ ഹലോ, നമുക്ക് എല്ലാവരും വേണം, സത്യം റിച്ചു. അതാണ് എനിക്ക് അങ്ങനെ, എനിക്ക് എല്ലാവരും വേണം. ഹായ് സഹദ്, ലൈവിലേക്ക് സ്വാഗതം. സുഖാണ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഫുഡ് കഴിച്ചോ? ഹായ് വെള്ളരീന്ന് വിളിക്കണ്ടേ റിച്ചു, എന്നിട്ട് സ്നേഹം തന്നിട്ടുണ്ട്. ചേച്ചി ഇക്കാടെ എനിക്ക് തരുമോ? ഞാൻ നോക്കട്ടെ പറയുന്നുണ്ട്. എന്താ ഇക്കാക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല, ഇക്ക എൻ്റെ ഷോർട്സിലേ ഉള്ളൂ. പക്ഷെ എനിക്ക് നിന്നെ വേണ്ട. ശരി, എനിക്ക് നിന്നെ വേണം റിച്ചു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. നീ എന്ത് പറഞ്ഞാലും, നീ മിണ്ടിയിട്ടില്ലെങ്കിൽ നിന്നെ എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ വിളിക്കും. അതെൻ്റെ കാര്യം. എൻ്റെ അടുത്ത് മിണ്ടിയില്ലെങ്കിൽ ഞാൻ വിളിക്കുവേ. ലൈക്ക് നീ ഈ 28 താങ്ക് യു. ഞാൻ നിങ്ങൾക്ക് ബ്ലൂ തരാട്ടോ. ഇപ്പോൾ വന്ന നസീർക്ക് എന്നെ കേട്ടോ. എന്തായാലും പറഞ്ഞാൽ എല്ലാവരും തിളങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം ഒരു ബ്ലൂ ഇല്ല, അതുകൊണ്ടാ. പുതിയതായിട്ട് വന്ന ആളല്ലേ. ഇന്നൊരു 4 പേര് പുതിയത് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് 16 പേര് വന്നിട്ടുണ്ട് പുതിയത്. റിച്ചു ഫുഡ് കഴിച്ചോ നീ? റിച്ചു ഇപ്പൊ 2 ആളുണ്ട് ഓൺലൈനിൽ, ആരൊക്കെയാന്ന് എനിക്കറിയില്ല.
ഇക്കാനെ കണ്ടിട്ട് വേണം എനിക്ക് 2 വർത്താനം പറയാൻ. ശരി പറയല്ലേ ഇക്ക, അങ്ങനെ ഇക്കാനെ നീ കണ്ടാൽ ഒരിക്കലും പറയല്ലേ. ഇക്ക ഞാനെന്താ ഞാൻ പറയാൻ എനിക്ക് വാക്കില്ല. വേറെ എവരാണെങ്കിൽ എപ്പോഴോ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കും എൻ്റെ ഈ സ്വഭാവത്തിന്. പക്ഷെ ഇക്ക ആയതുകൊണ്ട് സഹിച്ച് പിടിച്ച് നിൽക്കുന്നു. അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇക്കാക്ക് എന്നെ നല്ല ഇഷ്ടം. മൊത്തം എത്ര പേരായി ശരി പറയണ്ടേ, കുറേ പേരായി കാണാൻ പറ്റാത്ത അത്ര ആയിട്ടുണ്ട്. വെള്ളരിപ്പോ മൊത്തം പറഞ്ഞാൽ 116 പേര് നമ്മുടെ ഈ ലൈവിൽ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. മൊത്തം ഇന്ന് 110. എല്ലാവരും വരുന്നവർ എപ്പോഴും വരുന്നേ 16-18 പേര് പുതിയ ആൾക്കാരുമുണ്ട്. ഇനി പുതിയത് പറയാൻ പറ്റില്ലല്ലോ, ഇവിടേക്ക് ബ്ലൂ കൊടുത്ത് പുതിയതാക്കി. ഇല്ല, നോമ്പ് തുറന്ന് ഇപ്പോൾ കഴിക്കണം പറയണ്ട്. നേരത്തെ കഴിക്കണം, ഞാൻ അപ്പം തന്നെ കഴിച്ചു. ഇനി ഉറങ്ങുക ചെയ്യുക. അങ്ങനെ സ്നേഹമുള്ള ഒരിക്ക തന്നെ ചേച്ചിക്ക് കിട്ടിയില്ലേ. ഇപ്പം എൻ്റെ കാരണം അതുപോലെ തന്നെ നിൽക്കട്ടെ. ആമീൻ. അതെനിക്ക് ഒരുപാട് ഇഷ്ടം. എൻ്റെ സ്ഥലങ്ങളും ഞാനെന്ന് ഇങ്ങനെ സംസാരിക്കാനും ഒന്നും മിണ്ടില്ലായിരുന്നു ആദ്യം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു ഒന്നും സംസാരിക്കല്ലേ, അവർ എന്ത് വിചാരിക്കും, ഒന്നും അറിയില്ല എന്നൊക്കെ വിചാരിക്കും, സംസാരിക്കല്ലേ പറഞ്ഞു.